ജനത്തിന് മേൽ ഇടുത്തിയായി രാജ്യത്ത് ഇന്ധനവില കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപയോളമാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒറ്റയടിക്ക് കൂട്ടിയത്. CNG വിലയിലും 2 രൂപയുടെ വർധനവുണ്ടായി. തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞതോടെയാണ് ഇന്ധനവിലയിലെ ഈ കുതിച്ചുചാട്ടം. ഇന്ധനവില വർധന തിരിച്ചടിയായോ എന്നുള്ളത് ജനങ്ങളോട് ചോദിക്കുകയാണ്. ജനം എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്ന് കൂടി കേൾക്കാം. ഇന്ധനവില വർധനവ് ബാധിക്കാത്ത മനുഷ്യരുണ്ടാകില്ല. മാർക്കറ്റിന്റെ എല്ലാ മേഖലകളെയും നേരിട്ടോ അല്ലാതെയോ അവ ബാധിക്കും. സാധാരണക്കാർക്കേറ്റ ഇരുട്ടത്തടിയാണോ ഇന്ധനവില വർധനവ്? ഞങ്ങളൊക്കെ ഇനി സ്ട്രൈക്കിൽ ഇറങ്ങിയെങ്കിലേ ഒക്കെ ഞങ്ങൾക്ക് മിനിമം 20 രൂപയാണ് തരുന്നത്. ആ 20 രൂപ കൊണ്ട് 5 കിലോമീറ്റർ ഓടുന്നതിനാ 20 രൂപ തരുന്നത്. അപ്പോൾ എങ്ങനെ മുതലാവാനാണ്? 3 രൂപ കൂടിയില്ലേ, ഇപ്പം എങ്ങനെ എന്തോ ലാഭിക്കാനാ? ഇതിപ്പം ഇനിയിപ്പോൾ കൂടി ഇനി അടുത്ത കൂടും. ഇപ്പോൾ എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാ? സാധാരണപ്പെട്ടവരുടെ ജീവിതം ബുദ്ധിമുട്ട്. അതുപോലെ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതാകും, സംഭവം ബുദ്ധിമുട്ട് തന്നെയാവും. നമുക്ക് ഒന്നാമത് ചാർജ് കൂട്ടിയിട്ടില്ല. അങ്ങനെ ഡീസലിനും പെട്രോളിനും വില കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓട്ടോ ചാർജ് ഒന്ന് കൂട്ടാൻ നോക്കുമോ? മിനിമം 40 രൂപയാക്കുമോ? എല്ലാത്തിനും കൂടി ഒരു ചായ 15 രൂപ, കടി 15 രൂപ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കൂട്ടണ്ടേ? ഇപ്പോഴത്തെ ഓട്ടോ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമായിട്ട് വരത്തില്ലേ? സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ ഇത്തിരി കൂടിയിട്ടുണ്ട്. അതിലൂടെ ഈ 3 രൂപ വെച്ച് കൂടെ കൂടിക്കഴിയുമ്പോൾ നമുക്കത് മുന്നോട്ട് താങ്ങാൻ വലിയ പാടാണ്. 100-300 രൂപയിൽ കൂടുതൽ വ്യത്യാസം അവൻ്റെ ജീവിത സാമ്പത്തിക വ്യവസ്ഥയെ വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് ജീവിത സമ്പത്ത് വ്യവസ്ഥയെ ബാധിക്കുമെന്നുള്ളത് നിശ്ചയം തന്നെയാണ്. സർക്കാരിനാരും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വരുന്ന ചാർജ് കൂട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ മെക്കാനിക്കിൻ്റെ ഭാഗത്താൽ അവിടെയും കൂടും, സാധനത്തിന് വില കൂടും, എല്ലാത്തിനും വില കൂടും. ഇപ്പം ഇപ്പോഴത്തെ ഭരണാധികാരികൾ നമ്മളോട് മനസ്സിലാക്കണം. ഓട്ടോ ഡ്രൈവർമാരെന്നല്ല, മോട്ടോർ ഫീൽഡിൽ എല്ലാവരുടെയും അവരും കൂടി കണ്ടാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മാറ്റം വന്നത്. പൂർണ്ണമായും ദുരിതത്തിലാണ്. ഇനിയിപ്പോൾ പാചകവാതം ഒരാഴ്ച കഴിഞ്ഞു പറഞ്ഞാൽ അനിയന്ത്രിതമായി കൂടാൻ പോകണം. അത് എന്താ റേറ്റ് ഏത് റേറ്റ് എന്ന് ഒരു വ്യക്തതയില്ല. ഇപ്പോഴത്തെ ഈ ഡീസൽ വില വർധനവ് നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പോൾ യുദ്ധം പറഞ്ഞിട്ടാണ് ഈ ക്രൂഡ് ഓയിലിനും അനിയന്ത്രിതം വില കൂട്ടണത്. ബാരലിൽ നിന്നും അധികം വിലയൊന്നും ആയിട്ടൊന്നുമില്ല. ഇതൊരു എന്താ പറയുക, ജനങ്ങളെ ദ്രോഹിക്കുക, ആ ഒരു നടപടി തന്നെയാണ്. ചായക്കും വില കൂടി, ഇപ്പോൾ കടയിൽ കയറി ഒന്നും കഴിക്കാനും ഒക്കത്തില്ല. അതുപോലെ വിലയാണ്, എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. പെട്രോളും ഡീസലും കൂടി കഴിയുമ്പോൾ മറ്റു സാധനങ്ങൾക്ക് വില കൂടും. അതാണ് മെയിൻ വിഷയം. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ഇന്റർനാഷണലി ആരും കൂട്ടുന്നതല്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഗവൺമെൻറ് പിടിച്ചതിനൊക്കെ നോക്കി, പിന്നെ ജനങ്ങളും കൂടെ സഹകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദുരിതം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് ആകെ കിട്ടണത് ചില്ലറ കാശ് മാത്രമേ കിട്ടുള്ളൂ. അത് മുതലാളിമാർക്കൊന്നുമില്ല. ഡീസൽ അടിക്കുക, ഡ്രൈവറുടെ ശമ്പളം കൊടുക്കാൻ അതിലും 10-200 പിടിച്ചിട്ടൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ധന വിലവർധനവ് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുമെന്ന് തന്നെയാണ് മിക്ക ജനങ്ങളും പ്രതികരിച്ചിട്ടുള്ളത്. ക്യാമറമാൻ രമേശ് രാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.